തൈറോയ്ഡ് നിങ്ങൾക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നവർക്ക് അത് മാറാനായിട്ട് ഭക്ഷണത്തിലെ ചില കാര്യങ്ങൾ മാറ്റിപ്പിടിച്ചാലോ? യെസ്, തൈറോയ്ഡ് എന്തുകൊണ്ടാണ് വരുന്നത്, ഭക്ഷണശൈലികളിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, തൈറോയ്ഡ് ഏതൊക്കെ തരമുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന തൈറോക്സിൻ പോലുള്ള ഹോർമോൺ ചുരക്കുന്നതാണ്. ഈ തൈറോയ്ഡ് ആണ് നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം, അതായത് നമ്മുടെ വെയിറ്റ് കൂടണോ വെയിറ്റ് കുറയ്ക്കണോ, നമ്മുടെ ദഹന പ്രക്രിയ, അങ്ങനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ തൈറോയ്ഡാണ്. ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. തൈറോയ്ഡ് പൊതുവെ 2 തരമുണ്ട്, ഹൈപ്പോതൈറോയിഡിസവും അതേപോലെ ഹൈപ്പർ തൈറോയിഡിസവും. ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് പൊതുവെ തടി കൂടുന്ന പ്രകൃതം ആണെങ്കിലും നമ്മൾ യൂഷ്വലി അത് ഡയഗ്നോസ് ചെയ്യുന്നത് TSHന്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും. തൈറോയ്ഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ചില ടെസ്റ്റുകൾ യൂഷ്വലി വരുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് ഫ്രീ T4 അതേപോലെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, ഇത് 2ആണ് ആദ്യം നമ്മൾ കൊടുക്കാറ്. ഇതിൽ ഈ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ T3, T4 എന്ന് പറയുന്ന ഹോർമോണും TSHും നമ്മൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന കേസുകളിൽ ഈ TSHന്റെ ലെവല് വളരെ ഹൈ ആയിട്ട് കാണിക്കപ്പെടും. അതായത് നോർമൽ വാല്യൂ ഒരു 2 to 3 ആണെന്നുണ്ടെങ്കിൽ ഇത് 5ഉം 6ഉം ചിലർക്ക് 10ഉം 15ഉം വരെയുള്ള വാല്യൂസ് കാണപ്പെടാറുണ്ട്. ഈ തൈറോയിഡിന്റെ വാല്യൂ കൂടുന്തോറും നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്നത്, അതായത് ശരീരത്തിന്റെ ദഹന പ്രക്രിയകളും മറ്റ് എല്ലാ ആക്ടിവിറ്റീസും സ്ലോ ഡൗൺ ആകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഹൈപ്പോതൈറോയിഡിസം കേസസിൽ എല്ലാത്തിലുമല്ല എന്നാലും മെജോറിറ്റിയിലും തടി കൂടി വരാനുള്ള കാരണം മെറ്റബോളിസം റേറ്റ് കുറയും, അപ്പൊ ബോഡി വെയിറ്റ് കൂടി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ നേരെ മറിച്ച് ഈ ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ളൊരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ TSHന്റെ വാല്യൂ അത് 1ന് താഴെയായിരിക്കും. അപ്പൊ അത് ഉരുക്കുന്ന രീതിയിലായിരിക്കും, അതായത് മെറ്റബോളിസം അവിടെ കൂടുതലായിരിക്കും. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ലെവൽ കുറവും, എന്നാൽ T4, T3യുടെ ലെവല് വളരെ കൂടുതലായിട്ടും ഉള്ളത് കൊണ്ട് തന്നെ മെറ്റബോളിസം റേറ്റ് ശരീരത്തിൽ കൂടുകയും ഹൃദയമിടിപ്പ് കൂടുകയും അമിതമായിട്ട് വിയർക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരും. അതുകൊണ്ട് തന്നെ അവര് മെലിഞ്ഞ് പോവാനാണ് ഒട്ടുമിക്ക ആളുകളിലും സാധ്യത. എന്നാൽ ഇതിൽ എക്സെപ്ഷണൽ കേസസും ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരും മെലിഞ്ഞിട്ടുള്ളവരുമുണ്ട്, തിരിച്ചും സംഭവിക്കാം. എന്നാലും അധികവും ഇങ്ങനത്തെ ഒരു പ്രകൃതമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അതേപോലെ ഹൈപ്പോതൈറോയിഡ് ഉള്ള സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റി, അവർക്ക് പീരിയഡ്സ് റെഗുലർ ആയിട്ട് വരികയില്ല. ഇനി അഥവാ വന്നാൽ തന്നെ സ്പോട്ടിങ് പോലെ വരിക, ഇതൊക്കെ ഈ തൈറോയിഡിന്റെ പ്രശ്നമാണ്. മാത്രമല്ല ഈ തൈറോയിഡിന്റെ പ്രശ്നം സ്ത്രീകളുടെ വന്ധ്യതയ്ക്ക് വരെ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ തേടേണ്ടത് വളരെയധികം ആവശ്യമാണ്. തൈറോയിഡ് എന്തുകൊണ്ടാണ് പൊതുവെ വരുന്നത്? നമ്മുടെ പ്രതിരോധ ശേഷിയിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് ഈ തൈറോയിഡിന്റെ ആ ഒരു ഹോർമോൺ ചുരക്കുന്നതിൽ വ്യതിയാനങ്ങൾ വരുന്നതും. അത് TSH, T4, T3 ഇതിന്റെ ആ ഒരു സെക്രീഷനെയും ബാധിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് ഉണ്ട്, അതായത് സ്വന്തം പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്ന ഒരു ഹൈപ്പോതൈറോയിഡിസം കേസാണ്. അതിന് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അത് അമിതമായിട്ടുള്ള സ്ട്രെസ് കാരണം ജനിതകപരമായിട്ട് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പൊതുവെ പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ ഉള്ളത്, അതായത് ആന്റിബോഡീസ് കൂടുതലുള്ളത് സ്ത്രീകളിലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച്. പക്ഷേ ഈ ഒരു ആന്റിബോഡീസ്, ഈ പ്രതിരോധ ശേഷി ഒരു പരിധിയിൽ കവിഞ്ഞ് 40 കവിഞ്ഞ സ്ത്രീകളിലൊക്കെ അത് സ്വന്തം ഇമ്മ്യൂൺ സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ തൈറോയിഡിന്റെ ഗ്രന്ഥി അത് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് വീക്കം ഉണ്ടാവുക, അതേപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടുക, അങ്ങനെ തൈറോയിഡിന്റെ ഫംഗ്ഷനിങ്ങിനെ തന്നെ ടോട്ടലായിട്ടും അത് ബാധിക്കുന്നുണ്ടാവും. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ TPO ആന്റിബോഡി പോസിറ്റീവ് ആണോ ഇല്ലയോ എന്ന് നോക്കിയും കൂടിയിട്ടാണ്. ഇനി ഈ തൈറോയിഡിനെ നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും? നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും അയഡിൻ അടങ്ങിയിട്ടുള്ള ഉപ്പ്, അയഡൈസ്ഡ് സോൾട്ട് ചേർക്കുന്നത് നല്ലതാണ്. അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതായത് കടൽ മീന്, കടൽ മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്, അതിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലാണ്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും അതിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അതിന്റെ സപ്ലിമെന്റ് ആയിട്ടെങ്കിലും omega-3 ഫാറ്റി ആസിഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ
പൊതുവെ തൈറോയ്ഡ് ഉള്ളവരിൽ നമ്മൾ ഈ ബ്രൊക്കോളി, കോളിഫ്ലവർ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. എന്നാൽ എല്ലാ കേസിനും ഇത് ഒരേപോലെയല്ല. ചില സമയങ്ങളിൽ ഈ ഹാഷിമോട്ടോസ് ഉള്ളവർക്കൊക്കെ നമ്മൾ ഇത് കഴിക്കാം എന്ന് തന്നെ പറയാറുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് ദിവസവും രാവിലെ വേവിച്ചത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആ ഒരു രക്തയോട്ടം ശരിയാക്കാനും അതിലുള്ള വീക്കം, നീർക്കെട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കുന്ന ഒന്നാണ്. ഈ തൈറോയിഡിന്റെ പ്രശ്നത്തിൽ പെടുന്ന വേറൊരു വിഭാഗമാണ് ഈ ഗോയിറ്റർ എന്ന് പറയുന്നത്. അതായത് തൈറോയിഡ് ഗ്രന്ഥി വീക്കമായി വരിക. അപ്പോൾ കഴുത്തിന് ചുറ്റും ഇങ്ങനെ സ്വെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും, അതായത് കണ്ണൊക്കെ പുറത്ത് തള്ളി, അത് തൈറോയിഡിന്റെ തന്നെ സിവിയർ സ്റ്റേജാണ്. സിവിയർ സ്റ്റേജ് ഉള്ളതൊക്കെ നമ്മൾ എന്തായാലും അതിനനുസരിച്ച് മെഡിക്കേഷനൊക്കെ എടുത്തിട്ട് തന്നെ ആയിരിക്കും ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇപ്പോൾ ആദ്യമായി ഇപ്പോൾ തൈറോയ്ഡ് ഇപ്പോൾ കണ്ടു 2 മാസമായിട്ടുള്ളൂ, അങ്ങനെ ഡയഗ്നോസ് ചെയ്ത കേസുകളിൽ നമുക്ക് ലൈഫ് ലോങ് മെഡിസിനോ സപ്ലിമെന്റോ ഒന്നും എടുക്കാതെ തന്നെ നമ്മുടെ മെഡിസിൻസിലും അതേപോലെ തന്നെ നമ്മൾ ഡയറ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അത് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തൈറോയ്ഡ് നൊഡൂൾസ് ഉണ്ടാവും ചിലർക്ക്. ഈ ഗോയിറ്റർ അല്ലാതെ തന്നെ തൈറോയിഡിന്റെ ഈ ഒരു ഭാഗത്തിൽ മാത്രം വീക്കം ഉണ്ടാവും. എന്നാൽ അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോണിന് വ്യതിയാനങ്ങളോ അല്ല അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് കാണുമ്പോൾ എന്തോ ഒന്ന് വീങ്ങിയ പോലെ അതൊരു ബുദ്ധിമുട്ട് മാത്രം ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ സ്ക്രോഫുലേറിയ നൊഡോസ എന്ന് പറഞ്ഞ ടിഞ്ചറൊക്കെ യൂഷ്വലി ഹോമിയോപ്പതിയിൽ നമ്മളത് കൊടുക്കാറുണ്ട്. അത് വളരെയധികം ഇഫക്റ്റീവാണ് ആ ഒരു സ്വെല്ലിങ് കുറയ്ക്കാനും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ദിവസവും നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുക്കാനും പറയാറുണ്ട്. അതേപോലെ തന്നെ തൈറോയിഡ് മസാജ് നമ്മൾ പറയാറുണ്ട്. ഓലിവ് ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ബദാം ഓയിൽ ഉപയോഗിച്ചിട്ട് തൈറോയിഡിനെ നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഒരു സർക്കുലേറ്ററി മോഷനിൽ അങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത്, ദിവസവും അങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് തൈറോയിഡിന്റെ രക്തയോട്ടം പ്രോപ്പർ ആവുകയും അതിൽ ഹോർമോൺ ഇംബാലൻസ് ഒരു പരിധി വരെ അത് റെഗുലേറ്റ് ആവാനും ഈ വീക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആവാനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫംഗ്ഷനിങ്ങിനായിട്ട് നമ്മൾ എടുക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് സെലീനിയം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഈ ബ്രസിൽ നട്ട് എന്ന് പറയുന്നത്, അതേപോലെ ഇലക്കറികൾ, ചീരകൾ, ഇതിലൊക്കെ തന്നെ സെലീനിയത്തിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ്. സിങ്ക് അധികം അടങ്ങിയിട്ടുള്ള ഓയിസ്റ്റർ, കക്ക, അതേപോലെ സീ ഫിഷ്, കടൽ മത്സ്യങ്ങൾ, ഇതിലൊക്കെ സിങ്ക് അധികം അടങ്ങിയിട്ടുണ്ട്. അതും റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സീഡ്സ്, വിത്തുകളിലെല്ലാം തന്നെ, അതായത് പംകിൻ സീഡ്സ്, അതേപോലെ തന്നെ ചിയ സീഡ്സ്, ഇതൊക്കെ തന്നെ ഹോർമോൺ ഇംബാലൻസിനെ ശരിയാക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണിലെ വ്യത്യാസം ഒരുപാട് കാലം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇപ്പം അഡ്മിറ്റ് ആയവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഫീവർ റീസെൻ്റ് ആയിട്ട് വന്നവരിൽ, ഇവരിലൊക്കെ തന്നെ തൈറോയ്ഡ് ചെറിയൊരു വാല്യൂ വ്യത്യാസം ഒരു 2 മാസം 3 മാസം അങ്ങനെ കാണിക്കാറുണ്ട്. എന്നാൽ അത് ശരിക്കും തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ ബോഡിയുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ പ്രോപ്പറായിട്ട് നഷ്ടപ്പെട്ടത് കൊണ്ട് വരുന്നതാണ്. അതിനെ യൂതൈറോയ്ഡ് 6 സിൻഡ്രോം എന്ന് പറയും. അതിന് യൂഷ്വലി ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ഒരു 2-3 മാസം നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ല ഭക്ഷണവും അതേപോലെ ഡയറ്റുകളൊക്കെ നല്ല ഭക്ഷണം, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, എക്സസൈസ് അതൊക്കെ ചെയ്ത് പ്രോപ്പർ റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ആ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ സിവിയാരിറ്റി ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു യൂതൈറോയ്ഡ് എന്നുള്ള ഒരു 6 സിൻഡ്രോം അത് മാറിക്കിട്ടും. അതിന് മെഡിക്കേഷൻ്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.